വെൽക്കം ബാക്ക് ടു ആർക്കേനിക്സ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ബയോളജിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ, ഒരു അടിപൊളി ക്വസ്റ്റൻ ആയിട്ടാണ്. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റൻ നോക്കിയാലോ? യെസ്, ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. Analyze the illustrations X, Y and Z and answer the questions. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. പഠിച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താണെന്ന്. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ? എ ചോദിച്ചിരിക്കുന്നത് which immune mechanism is shown in the illustration and B explain how this process takes place. ഏതാണ് മക്കളെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ് അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്? യെസ്, ദാറ്റ് ഇസ് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. എന്താണ്? രക്തം കട്ട പിടിക്കലാണ്. റൈറ്റ്. അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കാട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു രക്തം കട്ട പിടിക്കൽ നടക്കുന്നത്? ഇവിടെ മലയാളത്തിലും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വേഗം വായിക്കാട്ടോ. എങ്ങനെയാണ് നടക്കുന്നത്? അതായത് ഈ മുറിവുണ്ടാകുന്ന ഭാഗത്തെ പ്ലേറ്റ്ലെറ്റ്സും അതുപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസും ആ ഇഞ്ചുറി നടക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ എൻസൈമിന്റെ പേര്? ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്താണ് ചെയ്യുന്നത്? ദിസ് കൺവേർട്സ് എ പ്രോട്ടീൻ ഇൻ ദ ബ്ലഡ് പ്ലാസ്മ ദാറ്റ് ഇസ് കോൾഡ് പ്രോത്രോംബിൻ. ഈ പ്രോത്രോംബിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഈ ത്രോംബിന് നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു പ്രോട്ടീൻ ഉണ്ട്, അതാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഈ ഫൈബ്രിനോജനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഫൈബ്രിൻ ആണ് ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു മെഷ് അവിടെ ഫോം ചെയ്യുന്നത്. വൂണ്ടിന്റെ സ്ഥലത്ത് ഒരു മെഷ് പോലെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്ത് പെട്ടെന്ന് തന്നെ ബ്ലഡിനെ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ബ്ലഡ് ഊസിങ് ഔട്ട് നിർത്തുന്നു, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് രക്തം കട്ടപിടിക്കൽ അല്ലെ ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ആ ഒരു പെർട്ടിക്കുലർ മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ആൻസർ കാണാട്ടോ. നിങ്ങൾ വേഗം ഒന്ന് സ്ക്രീനിൽ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇതാണ് ഈ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്താണെങ്കിലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഇത് പഠിച്ചിട്ട് മാത്രമേ പോവുള്ളൂ. അപ്പൊ ഇതുപോലെ നമുക്ക് ഇനി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ ബൈ.